അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ലോങ് വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ചെറുതായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. കാര്യമായിട്ട് വെക്കേഷൻ ഒന്നും വരാനില്ല, കാരണം 1-2-3 ദിവസമാണ് ലീവ് ആകെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാ ടൈമിലും മാക്സിമം ഷോർട്സ് ഒക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആ ഒരു 1 വീക്കിൽ ഏതോ ഒരു ദിവസം ഞാനെടുത്ത അത്താഴത്തിൻ്റെ ക്ലിപ്സാണ്. രാവിലെ തന്നെ നീച്ച അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നേരെ പോയി സുബഹി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പിന് ക്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ കുറച്ച് നേരം കിടന്നുറങ്ങലുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നീച്ചിട്ട് പിന്നെ ഞാൻ നേരെ ടേബിളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേബിളോട്ട് ക്ലീൻ ആക്കി പോയി. പിന്നെ പിറ്റേ ദിവസം വീഡിയോ എടുക്കണേ. ഇത് പിന്നെ വെക്കേഷൻ്റെ നെക്സ്റ്റ് ഡേ ആണ് എടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എടുത്തിട്ട് 1 വീക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. സമയം 2:15 എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ സമാധാനമുണ്ട്. പക്ഷേ സ്റ്റഡീസും കാര്യങ്ങളൊന്നുമില്ലല്ലോ, അപ്പോൾ വീഡിയോ ബേസിക്കലി കുറച്ച് ലെങ്ത് കുറവായിരിക്കും. അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ സമയം ഒരു 2:15-2:00 ആവാറായിട്ടുണ്ട്. എൻ്റെ ഫ്രഷാവലൊക്കെ കഴിഞ്ഞിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം ചിലപ്പോൾ കിടക്കുമോ ഇല്ലാന്നുണ്ടെങ്കിൽ ജോർണലിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ അസർ നമസ്കാരം കഴിഞ്ഞിട്ടാണ് നേരെ കിച്ചണിൽ കയറുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ കിച്ചണിലത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്കിൻ കെയറും കൂടെ ചെയ്തു. നോമ്പായ പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കണക്കാണ്. കാരണം വെള്ളം കുടിക്കൽ എന്നൊക്കെ പറയുന്നത് തന്നെ എൻ്റെ റൊട്ടീനിൽ ഇപ്പോൾ എല്ലാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട്. ബട്ട് ഇൻഷാല്ലാ റെഡിയാക്കി എടുക്കണം. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൂടുതൽ നിന്ന് തിരിയാതെ നേരെ കിച്ചണിക്ക് പോയിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ പോയപ്പോൾ അമ്മ അടിപൊളി കടലക്കറിക്കുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെല്ലായിടത്തും ഉണ്ടോ എന്നുള്ളതൊന്നും ഒക്കെ അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജ്യൂസ് അടിക്കണം, പിന്നെ ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്യാണ്ട്. പിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഉന്നക്കായ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ പൂരം നടന്നുകൊണ്ടിരിക്കട്ടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. സോ പ്ലീസ് എക്സ്ക്യൂസ്. അതിന് മുന്നേ അവിടെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ആദ്യം ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ മമ്മ ഇവിടെ മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കടലക്കറി സെറ്റാക്കിയതിന് ശേഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നോമ്പിനിക്ക് ആകെ ഉണ്ടാവുന്ന പണി ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, ജ്യൂസ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ കുറച്ച് പണികളാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പൂരമുണ്ടെന്ന്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ കൂടുതൽ നേരമൊന്നും അവിടെ നിന്നിട്ടില്ല, കാരണം നമുക്ക് ഇവിടെ ബാക്കി പണികൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ബാക്കിയുള്ളതും കൂടെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് കടലക്കറിക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശത്തിലോട്ട് നമ്മൾ കിടക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉന്നക്കായ ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കണതിൻ്റെ ചെറിയ പ്രിപ്പറേഷൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ അതിൻ്റെ മിക്സ് സൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അമ്മ കടലക്കറിയുടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നോമ്പ് തുറക്കണ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മരുമസ്കാരും അതേപോലെ തന്നെ ഇശാവും തറാവിയും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള നൂൽപുട്ടും അതേപോലെ തന്നെ കടലക്കറിയും കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഡേ +2 ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസത്തെ നോമ്പ് തുറയുടെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കാം. പിന്നെ നെക്സ്റ്റ് ഡേ +2ൻ്റെ ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്താഴത്തിൻ്റെ ക്ലിപ്സോ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്ലിപ്സും കാര്യങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ വാങ്ങിയ ബുക്സിൽ പേരും അതേപോലെ തന്നെ സബ്ജക്റ്റ് ഓരോന്നൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതിന് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റെഡിയായി. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചെങ്കിൽ ഞാൻ അങ്ങനെ കുറച്ച് ദിവസമായി വിചാരിക്കണം കസ്റ്റേർഡ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഫൈനലി പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം കസ്റ്റേർഡ് അങ്ങനെയൊക്കെ വലിയ രീതിക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല, മമ്മയാണ് ഉണ്ടാക്കിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ മമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ സ്പിനാച്ചിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റോസൊക്കെ ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടാറ്റോസൊക്കെ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഈ കട്ട്ലേറ്റിൻ്റെ മിക്സിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ പ്രാവശ്യം സ്പിനാച്ച് കട്ട്ലേറ്റ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബാക്കി കസ്റ്റേർഡിൻ്റെ പരിപാടികൾക്ക് നിന്നിട്ടുണ്ടായിരുന്നു. So guys, this is how it looks. ഇതിപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കാണില്ല, പക്ഷേ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ജ്യൂസ് അടിക്കുന്ന പരിപാടികൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. ജ്യൂസിൽ ഐസ് ഇടാൻ വേണ്ടി ഞാൻ ഐസ് എടുത്ത് നോക്കിയതാണ്. ഇത് അവസ്ഥയും കാണിച്ചത്. ക്രിസ്റ്റൽ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ. ആ പിന്നെ ഇത് വിട്ടു കൊള്ളാം. Doesn't this look like a glass like this? But this is actually ice. My hands are freezing. It doesn't at all. പിന്നെ നമ്മൾ കട്ട്ലേറ്റൊക്കെ എന്താ പറയുക ഫ്രൈ ആക്കാണ്ട് ജസ്റ്റ് ടോസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നോമ്പ് തുറക്കുന്ന ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അത് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരമൊക്കെ നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഇശാവും അതേപോലെ തന്നെ തറാവിയൊക്കെ എന്നത്തെ പോലെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ +2 ക്ലാസ്സിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് എങ്ങനെ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.